ഇനി 18 കഴിഞ്ഞാൽ 19 ആറ്റോമിക് നമ്പർ വരുന്നത് പൊട്ടാസ്യത്തെയാണ്. പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19. അപ്പോൾ അതിൻ്റെ എഴുതുമ്പോൾ എന്താണ് മാറ്റം? 1s2 2s2 2p6 3s2 3p6 18 വരെ. 3p കഴിഞ്ഞ് അടുത്ത സബ്ഷനിൽ വരുന്നത് ഏതാണ്? 4s ആണ്. അപ്പോൾ 4s1 എന്ന് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 4s കഴിഞ്ഞിട്ട് വീണ്ടും 3d വരുന്നുണ്ട്. അപ്പോൾ തേർഡ് സബ്ഷനിലെ 3s2 3p6 3dയിൽ നിറയ്ക്കാതെയാണ് നമ്മൾ 4sൽ നിറയ്ക്കുന്നത്. എന്താ കാരണം? സബ്ഷലിൻ്റെ എനർജി നോക്കുമ്പോൾ 4s ആണ് എനർജി കുറവ്. അപ്പോൾ 19 ഇലക്ട്രോൺ ഉള്ളത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s1 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഷെൽ ഇലക്ട്രോൺസ് കൂട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിലെ 6+2 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിലെ 8 ഇലക്ട്രോൺ, ഫോർത്ത് ഷെല്ലിലെ 1 ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരിക 2 8 8 1 എന്ന് വരാനുള്ള കാരണം ഇതാണ്. നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലിൽ 18ഓളം ഇലക്ട്രോൺ എന്ന് പറയും. പക്ഷേ ഇവിടെ 19ാമത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ കൊടുക്കാതെ 4ാമത്തെ ഷെല്ലിലേക്ക് വരാൻ കാരണം എന്താണ്? 4s എന്ന് പറയുന്ന സബ് ഷെല്ല് ഇലക്ട്രോൺ നിറഞ്ഞത് കൊണ്ടാണ് ഒരു ഇലക്ട്രോൺ എന്ത് വന്നത്? ഫോർത്ത് ഷെല്ലിലേക്ക് കടക്കാൻ കാരണം. അപ്പോൾ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 1 ആണ് പൊട്ടാസ്യത്തിൻ്റെ. അത് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴാണ് അത് എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ഷെല്ലിലെ 2 8 9 എന്ന് വരാതെ 2 8 8 1 എന്ന് വരാനുള്ള കാരണം എന്താണ്? എന്താ കാരണം? 4s എന്ന് പറയുന്ന സബ് ഷെല്ലാണ്. പിന്നെ എനർജി കുറവ്. 4s കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ? 3dയിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെ വന്നത്? 2 8 8 1 വന്നത്. പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19. ഇനി അടുത്തതൊരു മാറ്റം വരുന്നത് ടൈറ്റാനിയം വിത്ത് ആറ്റോമിക് നമ്പർ 22. ആറ്റോമിക് നമ്പർ 22. അപ്പോൾ ഇതേപോലെ തന്നെ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6. ഇപ്പോൾ 18ആയി. ഇനി അടുത്തത് 4s2ൽ കൊടുത്തു. അപ്പോൾ 20ആയി. ഇനി 2 ഇലക്ട്രോണും കൂടി ഉണ്ട്. അത് 3d2 എന്ന് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇവിടെ 3d എന്ന് പറയുന്നതെല്ലാം ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. നമ്മൾ എനർജി ലെവൽ നോക്കുമ്പോഴാണ് 4s ആദ്യം വരുന്നത്, ഇലക്ട്രോൺ 4sൽ ആദ്യം നിറയ്ക്കുന്നത്. പക്ഷേ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. അപ്പോൾ ഷെല്ലിൻ്റെ ഓർഡറിൽ വേണം നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എഴുതുന്ന ക്രമം എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 4s2 എന്ന് അവസാനമാണ് എഴുതുന്നത്. 4s2 3d2 ഉള്ളിലേക്ക്. അതായത് നമ്മളൊരു സ്ട്രക്ചർ എടുക്കുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ് ആദ്യം വരിക, അത് കഴിഞ്ഞിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലാണ് നാലാമത്തെ. അപ്പോൾ ആ ഓർഡറിൽ വേണം എഴുതാനായിട്ട്. ഇലക്ട്രോൺ നിറയ്ക്കുമ്പോൾ 4sൽ നിറഞ്ഞതിന് ശേഷം ബാക്കി ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിലേ 3d സബ്ഷനിലേക്ക് വരുള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. അപ്പോൾ ഇത് ഈ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തെറ്റായിട്ട് ധാരണ വരുന്നത് ദ ലാസ്റ്റ് ഇലക്ട്രോൺ 22nd ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ വിത്ത് സബ്ഷെൽ. ഇതിലെ ടൈറ്റാനിയത്തിൽ 22ാമത്തെ ഇലക്ട്രോൺ നിറഞ്ഞത് ഏത് സബ്ഷെല്ലാണ്? അപ്പോൾ നമ്മൾ വേഗം സ്പീഡിൽ പറയുമ്പോൾ എന്ത് പറയും? 4sലാണോ? അല്ല, 3dയിലാണ്. അവസാനത്തെ ഇലക്ട്രോൺ പോയത് ഏതാണ്? 3d സബ്ഷൻ. അവസാനത്തെ 2 ഇലക്ട്രോൺ നിറഞ്ഞത് 3dയിലാണ്. ഇങ്ങനെ എഴുതി കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തെറ്റരുത്. 3dയിലാണ് നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എടുക്കുന്നത്. എഴുതുമ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ 3d സബ്ഷെൽ. ഇതിലെ അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3d സബ്ഷെല്ലിലാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 4s നീക്കി ചെയ്തിട്ട് 3d ഉള്ളിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി വ്യത്യാസമൊന്നുമില്ല. ടൈറ്റാനിയം പിന്നെ 23 ആകുമ്പോൾ വനേഡിയം വിത്ത് ആറ്റോമിക് നമ്പർ 23 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? 3d3 വരുന്നു മാത്രം, വേറെ വ്യത്യാസമില്ല. ഇനി അടുത്തത് ഇതിനെ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഷോർട്ട് ഫോമിൽ, അതായത് നമുക്ക് ഹൈ ആറ്റോമിക് നമ്പറൊക്കെ വരുമ്പോൾ, ലാർജ് നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെ ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെ എളുപ്പമാർഗ്ഗമാണ് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് മുന്നിൽ വരുന്ന നോബിൾ ഗ്യാസ് എലമെൻറ്റ്സ്. നോബിൾ ഗ്യാസ് എലമെൻറ്റ്സ് നമുക്കറിയാം 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് നോബിൾ ഗ്യാസ് എലമെൻറ്റ്സ്. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ എക്സെട്ര. ഈ എലമെൻറ്റ്സിൻ്റെ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഷോർട്ടാക്കിയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം വിത്ത് ആറ്റോമിക് നമ്പർ 19. പൊട്ടാസ്യത്തിൻ്റെ ഇപ്പോൾ നമ്മൾ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതാണ്. അതിനെ ഷോർട്ടാക്കിയിട്ട് എഴുതുമ്പോൾ പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19 ആണ്.
അതിൻ്റെ തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ വിത്ത് ആറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ ആർഗൺ എനിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആർഗൺ 1s2 2s2 2p6 3s2 3p6. പൊട്ടാസ്യം ആകുമ്പോൾ എന്ത് വരും? 4s1 3p6 കഴിഞ്ഞൊരു ഇലക്ട്രോണും കൂടി 4s1 വരും. അപ്പോൾ ഇത്രയും ഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആർഗൻ്റെ സിമ്പൽ ഇട്ടാൽ മതി. അപ്പോൾ ആർഗൻ്റെ സിമ്പൽ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ഈ ആർഗൺ വരെയുള്ള ഇലക്ട്രോൺസുകളെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന സബ്ഷെൽ മാത്രം അവിടെ ഡിനോട്ട് ചെയ്ത് 4s1. അപ്പോൾ ഈ പൊട്ടാസ്യത്തിൻ്റെ സബ്ഷ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതാം. എന്താണ്? ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിലിടുക, എന്നിട്ട് 4s1 എഴുതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈറ്റാനിയം, ഈ ടൈറ്റാനിയത്തിൻ്റെയും തൊട്ട് മുന്നിൽ വരുന്ന സബ്ഷ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് തന്നെയാണ്? ആർഗൺ തന്നെയാണ്. അതായത് 19 മുതൽ 35 വരെയുള്ള എലമെൻസിന് തൊട്ട് മുന്നിൽ വരുന്ന ആർഗണാണ്. അപ്പോൾ 19 മുതൽ 35 വരെയുള്ള ആറ്റോമിക് നമ്പറിലെ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഏതാണ് ഉപയോഗിക്കുക? ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് ആണ് ഉപയോഗിക്കുക. ഇനി 11 തൊട്ട് 17 വരെ, അതായത് സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഇത്രയും എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ്, ആറ്റോമിക് നമ്പർ 10. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നിയോണും ആർഗൻ്റെ ആറ്റോമിക് നമ്പർ ഓർത്ത് വയ്ക്കുക. നിയോൺ ആറ്റോമിക് നമ്പർ 10, ആർഗൺ ആറ്റോമിക് നമ്പർ 18. അപ്പോൾ 18 ആണെങ്കിൽ ആർഗൺ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം തൊട്ട് ബ്രോമിൻ വരെയുള്ള എലമെൻറ്റ്സിനെ നമുക്ക് ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസിൻ്റെ സിമ്പൽ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി 11 ആറ്റോമിക് നമ്പർ 11 തൊട്ട് 17 വരെയുള്ള എലമെൻറ്റ്സിനെ നിയോൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്തത് ടൈറ്റാനിയാണ് നമ്മൾ എഴുതിയത്, ആറ്റോമിക് നമ്പർ 22. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആർഗണിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചു, ആർഗൺ 18. അപ്പോൾ ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 18 വരെയുള്ളത് കഴിഞ്ഞു. 18 വരെയുള്ളത് കഴിയാന്ന് പറഞ്ഞത് ഇത് വരെയുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. 1s2 2s2 2p6 3s2 3p6 വരെ കഴിഞ്ഞു. 18 എന്ന് പറയും. ബാക്കിയുള്ള സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം അവിടെ എഴുതിയാണ് 3d2 4s2. അപ്പോൾ എന്തായി? 18 20 22 ഇലക്ട്രോണായി. അപ്പോൾ ഇതിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്ക് ധാരണയുണ്ടാവണം. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. ഇനി അടുത്തത് ഇപ്പോൾ സോഡിയം ആണ് എഴുതണത്. സോഡിയം വിത്ത് ആറ്റോമിക് നമ്പർ 11. അപ്പോൾ നമുക്കറിയാം സോഡിയത്തിന് തൊട്ട് മുന്നിൽ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ്. നിയോൺ ആറ്റോമിക് നമ്പർ 10. അപ്പോൾ 10 വരെയുള്ളത് കഴിഞ്ഞു. 10 വരെയുള്ളത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നിയോണിൻ്റെ നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 വരെയാണ് വരിക. ഈ ഇതിൻ്റെ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ പ്രത്യേകത അറിയാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് വരിക. അപ്പോൾ 2p6 വരെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു, 10 ഇലക്ട്രോൺ. 2p കഴിഞ്ഞ് അടുത്തത് ഏതാണ്? 3s1 വരും. അപ്പോൾ നിയോണിൻ്റെ സിമ്പിൾ എഴുതി 3s1 എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ഷോർട്ടാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് എഴുതാനായിട്ട് മിക്കവാറും നമുക്ക് ആവശ്യം വരിക നിയോണിൻ്റെ സിമ്പലും ആർഗണിൻ്റെ സിമ്പലാണ് മിക്കവാറും ആവശ്യം വരിക. ആർഗൺ ആറ്റോമിക് നമ്പർ 18, നിയോൺ ആറ്റോമിക് നമ്പർ 10. അത് വെച്ചിട്ട് നമുക്കിപ്പോൾ 10ാം ക്ലാസ്സിലെ കൂടുതലും ഉപയോഗം വരെ ഇത് രണ്ടും വെച്ചിട്ട് എഴുതാനുള്ള ഇതാണ്. 30 വരെയുള്ള ആറ്റോമിക് നമ്പറിൻ്റെ എലമെൻറ്റ്സ് ആണ് നമ്മൾ 10ാം ക്ലാസ്സിലെ സബ്ഷ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹോംവർക്ക്, ഈ ടേബിൾ 17 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അത് ചെയ്തിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ടേബിൾ 17 സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം.